അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ സസ്പെൻസുകൾ പൂരമായിരുന്നു. താരിഫിൽ വരുത്തിയ മാറ്റവും കുടിയേറ്റത്തിന് സ്വീകരിച്ച ശക്തമായ നിലപാടും സുപ്രധാന പ്രഖ്യാപനങ്ങൾ ലോകത്തിന്റെ കണ്ണുകൾ അമേരിക്കയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് കാരണമായി. തീരുമാനിച്ചതുപോലെ ഗ്രേറ്റർ അമേരിക്ക പടുത്തുയർത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഇവിടെ കാണാം. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള ട്രംപിന്റെ വ്യഗ്രത ഇതിനൊരു ഉദാഹരണമാണ്. എന്നാൽ ഈ ഇടപെടൽ ലോകത്തിന് തന്നെ ഗതിമാറ്റുന്നതായിരുന്നു. സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള വാക്പോരിന് ലോകം സാക്ഷിയായത് ഈ അടുത്താണ്. ഇതിന് പിന്നാലെ യുക്രൈന് നൽകിവരുന്ന സൈനിക സഹായം മുഴുവൻ നിർത്തലാക്കിയതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ യുക്രൈന് ഏറ്റവും കൂടുതൽ സൈനിക സഹായം നൽകിവരുന്ന രാജ്യം അമേരിക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ തീരുമാനം യുക്രൈന് അല്പം കഠിനമാണ്. അമേരിക്ക കഴിഞ്ഞ സഹായം നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. 46.4 ബില്യൺ യൂറോ ആണ് ഇവരുടെ സംഭാവന. എന്നാൽ ഇത് അമേരിക്ക നൽകുന്നതിന്റെ പകുതി പോലും വരില്ല എന്നതാണ് വാസ്തവം. ഇവർ യുക്രൈന് സൈനിക സഹായം നൽകുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ അടിയന്തര സൈനിക സഹായമായി 800 ബില്യൺ യൂറോയുടെ സഹായം നൽകി യുക്രൈനെ സംരക്ഷിക്കാനാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം. പക്ഷേ യുദ്ധഭൂമിയായ യുക്രൈന്റെ സംരക്ഷണം എത്രത്തോളം ഉറപ്പാക്കാൻ സാധിക്കും എന്നതിൽ സംശയം നിലനിൽക്കുകയാണ്.